എല്ലാവർക്കും നമസ്കാരം. ചെറുമൂട് നവതാര ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തുന്ന പരിപാടികൾ വിശദീകരിക്കുന്നതിനാണ് ഇതിൻ്റെ ഭാരവാഹികളെ ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഞാൻ ഇതിൻ്റെ സംഘാടക സമിതി ജനറൽ കൺവീനറും ലൈബ്രറി സെക്രട്ടറിയുമാണ്. എൻ്റെ പേര് ശ്രീകുമാർ. ഇത് ലൈബ്രറിയുടെ വൈസ് പ്രസിഡൻറ്റും ഇതിൻ്റെ സംഘാടക സമിതി ഫിനാൻസ് കമ്മിറ്റി കൺവീനറുമാണ് സി ശിവശങ്കരപ്പിള്ള. ജോയിൻറ്റ് സെക്രട്ടറി, ലൈബ്രറിയുടെ ജോയിൻറ്റ് സെക്രട്ടറി രാഹുൽ ആർ ഗീത, അദ്ദേഹം എൻ്റെ കൺവീനറാണ്. ഇത് കലേഷ് മോഹൻ, ലൈബ്രറിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ്. അപ്പോൾ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ ഭാഗമായി എ ഗ്രേഡിൽ പ്രവർത്തിക്കുന്ന ചെറുമൂട് ശ്രീ ശിവൻ ജംഗ്ഷൻ കേന്ദ്രമാക്കി എ ഗ്രേഡിൽ പ്രവർത്തിക്കുന്ന നവതാര ലൈബ്രറിയുടെ 50 വർഷം പൂർത്തിയാകുന്ന അവസരമാണിത്. ഇതിനോടനുബന്ധിച്ച് ഒരു സുവർണ ജൂബിലി ആഘോഷം വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കുന്നതിന് തീരുമാനിച്ചതിൻ്റെ ഭാഗമായി മെയ് 21 ബുധനാഴ്ച മുതൽ 25 ഞായറാഴ്ച വരെ ലൈബ്രറി അങ്കണത്തിലും ചെറുമൂട് മാവളയിൽ ഓഡിറ്റോറിയത്തിലുമായി വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിന് മുന്നോടിയായി സുവർണ ജൂബിലി ആഘോഷങ്ങൾ വിളംബരം ചെയ്തുകൊണ്ട് നാളെ വൈകിട്ട് 5 മണിക്ക് ഒരു ഇരുചക്ര വാഹന റാലി സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ റൂട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇത് പെരിനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ദിവ്യ ജയകുമാർ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതാണ് വൈകിട്ട് 4:30. തുടർന്ന് മെയ് 21-ാം തീയതി വൈകിട്ട് 4:30 മുതൽ സാംസ്കാരിക ഘോഷയാത്ര, ഫ്ലോട്ട്, ചെണ്ടമേളം, തെയ്യം, ബാൻഡുമേളം തുടങ്ങിയ അകമ്പടിയോടുകൂടി ലൈബ്രറിയുടെ യുവജനവേദി, വനിതാവേദി, ബാലവേദി, വയോജനവേദി എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് ഈ പരിപാടി നടത്തുന്നത്. തൊണ്ടക്കമുക്കിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര ചെറുമൂട് ജംഗ്ഷനിൽ എത്തിച്ചേരുമ്പോൾ അവിടെ നവതാര വനിതാ വേദിയുടെയും ചെറുമൂട് ശ്രീ പരദേവത കൈകൊട്ടിക്കളി സംഘത്തിൻ്റെ നേതൃത്വത്തിൽ 50 വനിതകൾ പങ്കെടുക്കുന്ന ഒരു മെഗാ തിരുവാതിരയും കൈകൊട്ടിക്കളിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. തുടർന്ന് 6 മണിക്ക് മാവളയിൽ ഓഡിറ്റോറിയത്തിൽ, അത് MD വാസുദേവൻ നായർ നഗർ എന്നാണ് പേരിട്ടുള്ളത്, അവിടെ ഉദ്ഘാടന സമ്മേളനം നടക്കും. കുണ്ടറ MLA ബഹുമാന്യനായ ശ്രീ PC വിഷ്ണുനാഥിൻ്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ കേരള സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ സുവർണ ജൂബിലി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തതാണ്. മുൻ മന്ത്രി ശ്രീ മുല്ലക്കൽ രത്നാകരൻ മുഖ്യ പ്രഭാഷണം നടത്തുന്നതാണ്. ഈ ലൈബ്രറി രൂപീകരിച്ചത് മുതൽ ഇതുവരെ ഭാരവാഹിത്വം വഹിച്ച, പ്രധാന ഭാരവാഹിത്വം വഹിച്ച പ്രസിഡന്റ്, സെക്രട്ടറി ഭാരവാഹിത്വം വഹിച്ചിട്ടുള്ളവരെയും 1975 ലൈബ്രറി രൂപീകരിക്കുന്ന സമയത്ത് കമ്മിറ്റിയിൽ പങ്കെടുത്തിട്ടുള്ള 19 പേരാണ്. ആ കമ്മിറ്റിയിൽ പങ്കെടുത്തിട്ടുള്ള 19 പേരിൽ ഇപ്പോൾ സജീവമായിട്ടുള്ള, ഇപ്പം നമുക്ക് ലഭ്യമായിട്ടുള്ളവരെയും ഈ ചടങ്ങിൽ വെച്ച് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ശ്രീ VK മധു ആദരിക്കുന്നതാണ്. തുടർന്ന് അഡ്വക്കേറ്റ് ഷൺമുഖദാസ്, BJP സംസ്ഥാന കമ്മിറ്റി അംഗം വെള്ളിമൺ ദിലീപ്, CPI കുണ്ടറ മണ്ഡലം സെക്രട്ടറി R സേതുനാഥ്, RSP സംസ്ഥാന കമ്മിറ്റി അംഗം C മഹേശ്വരൻ പിള്ള, അഡ്വക്കേറ്റ് V വിനോദ്, P സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിക്കുന്നു. അന്ന് ശ്രീരാഗ് സുന്ദർ ലൈവായി അവതരിപ്പിക്കുന്ന വയലിൻ ഫ്യൂഷൻ എന്ന പരിപാടിയും ഉണ്ടായിരിക്കുന്നതാണ്. 2ാം ദിവസമായ മെയ് 22 വ്യാഴാഴ്ച വൈകിട്ട് 4 മണി മുതൽ ലൈബ്രറി അങ്കണത്തിൽ, അതിൻ്റെ വേദിയുടെ പേര് ചന്ദ്രശേഖരൻ നായർ നഗർ എന്നാണ്, മുൻ സെക്രട്ടറി ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ പേരിലാണ് നഗർ ഇട്ടിട്ടുള്ളത്. അവിടെ നവതാര ബാലവേദി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് CWCയുടെ കൊല്ലം ജില്ലാ ചെയർമാൻ ശ്രീ സനൽ വെള്ളിമണ്ണാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. തുടർന്ന് മാവളയിൽ ഓഡിറ്റോറിയത്തിൽ ഒരു സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ശ്രീ KB മുരളീകൃഷ്ണൻ്റെ അധ്യക്ഷതയിൽ ചേരുന്ന പ്രസ്തുത സമ്മേളനം നമ്മുടെ ബഹുമാന്യനായ കൊല്ലം MP ശ്രീ NK പ്രേമേന്ദ്രനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ശ്രീ D സുകേശൻ മുഖ്യ പ്രഭാഷണം നടത്തുന്ന പ്രസ്തുത സാംസ്കാരിക സമ്മേളനത്തിൽ കുണ്ടറ
ബ്ലോക്ക് കോൺഗ്രസിൻ്റെ കുണ്ടറ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ രാജോടി പണിക്കർ, BJPയുടെ കൊല്ലം വെസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ ഇടവട്ടം വിനോദ് എന്നിവർ സംസാരിക്കും. തുടർന്ന് ചെറുമൂട്ടിലെ ആദ്യകാല ക്ലബ്ബ് ആർട്സ് ക്ലബ്ബാണ് വിജയശ്രീ ആർട്സ് ക്ലബ്ബ്. അതിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു നാടകം, ഈ സ്നേഹതീരത്തുന്ന നാടകം നടക്കുന്നതാണ്. മൂന്നാം ദിവസമായ വെള്ളിയാഴ്ച മെയ് 23 വെള്ളിയാഴ്ച വൈകിട്ട് 4 മണി മുതൽ ലൈബ്രറി അങ്കണത്തിൽ പ്രശസ്തരായ കവികൾ പങ്കെടുക്കുന്ന ഒരു കവിയരങ്ങ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ലൈബ്രറിയുടെ ജോയിൻറ്റ് സെക്രട്ടറി നേരത്തെ പറഞ്ഞ ശ്രീ രാഹുൽ ആർ ഗീതയാണ് അദ്ദേഹം ഒരു കവിയാണ്. അദ്ദേഹമാണ് എൻ്റെ അധ്യക്ഷത വഹിക്കുന്നത്. പ്രശസ്ത കവി കുരീപ്പഴി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് സർവശ്ശേരി പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ള, ശശിധരൻ കുണ്ടറ, രജനി മാധവിക്കുട്ടി എന്നിവർ കവിതകൾ അവതരിപ്പിക്കുന്നതാണ്. അന്ന് തന്നെ 6 മണി മുതൽ MD വാസുദേവൻ നായർ നഗർ, അതായത് മാവളിയിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് വനിതാ സമ്മേളനം സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം IM ഇജീന്ദ്രലേഖയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി B ജയന്തി ഉദ്ഘാടനം ചെയ്യുന്നതും മുൻ MLAയും യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പറുമായ ഡോക്ടർ R ലതാദേവി മുഖ്യ പ്രഭാഷണം നടത്തുന്നതുമാണ്. ഈ ചടങ്ങിൽ INTUCയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി കൃഷ്ണവേണി G ശർമ്മ, BJPയുടെ കൊല്ലം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ശ്രീമതി രാജീവ് പ്രസാദ്, ഐക്യ മഹിളാ സംഘത്തിൻ്റെ ജില്ലാ സെക്രട്ടറി ശ്രീമതി K രാജി തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തും. തുടർന്ന് നമ്മുടെ നാട്ടുകാരൻ തന്നെയായ സുപ്രസിദ്ധ മാന്ത്രികൻ ശ്രീ RC ബോസും സംഘവും അവതരിപ്പിക്കുന്ന മാജിക് ഷോ ഉണ്ടായിരിക്കുന്നതാണ്. മെയ് 24 നാലാം ദിവസം മെയ് 24 ശനിയാഴ്ച ലൈബ്രറി അങ്കണത്തിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ചെറുമൂട് യൂണിറ്റ് അവതരിപ്പിക്കുന്ന വിവിധ ശാസ്ത്രകലാ പരിപാടികൾ 4 മണിക്ക് നടക്കുന്നതാണ്. ഈ പരിപാടിയിൽ ഒരു യോഗം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് അംഗം P ജഗന്നാഥിൻ്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ B ദിനേശ് ഉദ്ഘാടനം ചെയ്യും. പ്രസ്തുത ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്രീ ജോൺ കുമാർ, ശ്രീമതി ശ്രുതി എന്നിവർ സംസാരിക്കുന്നതാണ്. അന്ന് തന്നെ മാവളിയിൽ ഓഡിറ്റോറിയത്തിൽ 6 മണി മുതൽ യുവജന സമ്മേളനം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിഷ്ണു സുനിൽ പന്തളത്തിൻ്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗം സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ ശ്രീ M ഷാജർ ഉദ്ഘാടനം ചെയ്യുന്നതാണ്. RYFൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ഉല്ലാസ് കോവൂർ മുഖ്യപ്രഭാഷണം നടത്തുന്നതും യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ പ്രണവ് താമരക്കുളം, യുവജന കമ്മീഷൻ്റെ ജില്ലാ കോർഡിനേറ്റർ ശ്രീ ഷംനാൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തുന്നതുമാണ്. അന്ന് കൊച്ചിൻ സംഘമിത്രയുടെ ഇരട്ട നഗരം എന്ന നാടകം നടക്കുന്നതാണ്. സമാപന ദിവസമായ മെയ് 25 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ, അതിൽ 3 മണി മുതൽ നിന്നാണ് ഉച്ചയ്ക്ക് 2 മണി മുതൽ ജില്ലാതല ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ജില്ലാതല ക്വിസ് മത്സരമാണ്. മൊത്തം 10,000 രൂപയുടെ ക്യാഷ് അവാർഡ് വിതരണം ചെയ്യുന്ന ആ മത്സരത്തിൽ 10,000 രൂപയുടെ പുസ്തകങ്ങളും പങ്കെടുക്കുന്നവർക്കുൾപ്പെടെ വിതരണം ചെയ്യുന്നതാണ്. അതിനും ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ S അനിൽകുമാറിൻ്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ പനയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ K രാജശേഖരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതും മഹിളാ കോൺഗ്രസിൻ്റെ കുണ്ടറ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീമതി സിന്ധു ഗോപൻ സമ്മാനദാനം നിർവഹിക്കുന്നതുമാണ്. ക്യാഷ് അവാർഡ് വിതരണം നടത്തുന്നതുമാണ്. അന്ന് 6 മണി മുതൽ പെരിനാട് പഞ്ചായത്തിലെ വിവിധ ലൈബ്രറികളിലെ ഓരോ പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ടും എല്ലാ ലൈബ്രറികളിലെയും കമ്മിറ്റി അംഗങ്ങളെ ക്ഷണിച്ചുകൊണ്ടും മറ്റു പൊതുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടും ഒരു ലൈബ്രറി സംഗമം സംഘടിപ്പിക്കുന്നുണ്ട്. ലൈബ്രറി കൗൺസിലിൻ്റെ പെരിനാട് നേതൃസമിതി കൺവീനർ ശ്രീ TK അഭിലാഷിൻ്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ലൈബ്രറി കൗൺസിലിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗവുമായ ഡോക്ടർ PK ഗോവൻ ഉദ്ഘാടനം ചെയ്യുന്നതാണ്. ആ അവസരത്തിൽ നമ്മുടെ പെരിനാട് പഞ്ചായത്തിലെ 12 ലൈബ്രറികളുടെ പ്രതിനിധികൾ അതിൽ പങ്കെടുത്ത് സംസാരിക്കുന്നു. അന്ന് തന്നെ ട്രിവാൻഡ്രം V1 ഫോക്ക് മീഡിയയുടെ നാടൻ പാട്ട് ദൃശ്യാവിഷ്കാരവും ആയ കനൽ ചിലമ്പ് എന്ന പരിപാടിയും നടത്തുന്നതാണ്. ലൈബ്രറിയുടെ സുവർണ്ണ ജൂബിലി ആഘോഷങ്ങൾ
രാഷ്ട്രീയത്തിനും മത ചിന്തകൾക്കും അതീതമായിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. സാധാരണ ലൈബ്രറികൾ ഏതെങ്കിലും രാഷ്ട്രീയം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ള ആരോപണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ലൈബ്രറി ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളതാണ്. മാത്രമല്ല, നവധാര ലൈബ്രറി ഇപ്പോൾ ചിറ്റുമല ബ്ലോക്കിൽ ഏറ്റവും മികച്ച ഹരിത ലൈബ്രറിയായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹരിതചട്ടം പാലിച്ച് എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നത്. 1975 ആരംഭിച്ച ഈ ഗ്രന്ഥശാല 50 വർഷം ശ്രമകരമായ ഒരു ഉദ്യമത്തിന് ശേഷം 50 വർഷത്തിന് ശേഷം നടത്തുന്ന സുവർണ ജൂബിലി ആഘോഷമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിൻ്റെ തുടക്കം തൊട്ടുണ്ടായ മുഴുവൻ അന്ന് തൊട്ടേ ഇതിൻ്റെ സഹയാത്രികരും ഇതിൻ്റെ പ്രവർത്തകരുമായി ഉണ്ടായിരുന്ന മരിച്ചുപോയതും ജീവിച്ചിരിക്കുന്നവരും ആയിട്ടുള്ള മുഴുവൻ ആളുകളെയും പരമാവധി നേരിട്ട് കണ്ടും കത്ത് മുഖേനയൊക്കെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്. മുഴുവൻ ആളുകളുടെയും അവരുടെ അന്നത്തെ കാലത്ത് ഉണ്ടായ ഒരുപാട് ബുദ്ധിമുട്ടുകളിലും ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്ത് ഈ പ്രസ്ഥാനത്തെ പടുത്തുയർത്തി ഇന്നൊരു 2 നില ബിൽഡിങ്ങൊക്കെ സ്വന്തമായിട്ടുള്ള ഒരു സ്ഥാപനമായി ഇനി വളർത്തുവാൻ ഇന്നലകളിൽ ഒക്കെ സഹകരിച്ച മുഴുവൻ ആളുകളെയും അവരുടെ സ്നേഹനിർഭരമായ ശ്രമത്തിനെല്ലാം നന്ദിയോടെ സ്മരിക്കുകയാണ്. മുഴുവൻ കുടുംബാംഗങ്ങളും ഈ ഗ്രന്ഥശാലയുമായി ബന്ധപ്പെട്ട് സമീപ പ്രദേശങ്ങളിലെ ഗ്രന്ഥശാലകളിലെ പ്രവർത്തകരായി അക്ഷരസ്നേഹികളായൊക്കെ ഇരിക്കുന്ന മുഴുവൻ ആളുകളെയും ഈ വരുന്ന 21-ാം തീയതി തൊട്ട് 25-ാം തീയതി വരെയുള്ള ഈ ചടങ്ങുകളിലേക്ക് അവരുടെ സാന്നിധ്യവും സഹകരണവും ഒക്കെ ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത്.